ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഏതൊരു മനുഷ്യനും ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം 4 ദശകളുണ്ട്. ഈ 4 അവസ്ഥകളെയും ഈ ശരീരം കടന്നു പോവേണ്ടതായിട്ടുണ്ട്. ഒരു കാലം കഴിഞ്ഞ് ബാല്യകാലത്തെ ഉപേക്ഷിച്ച ശേഷമാണ് കൗമാരം വരുന്നത്. കൗമാരം ഉപേക്ഷിച്ച് കൊണ്ടേയിരിക്കുമ്പോൾ യൗവനം നമുക്ക് വന്നു ചേരുന്നു. യൗവനം നശിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ വാർദ്ധക്യം ജനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ വാർദ്ധക്യത്തിൻ്റെ അന്ത്യത്തിൽ അടുത്ത ദശയിലേക്കുള്ള പ്രവേശനത്തിന് ഈ ദേഹമാകുന്ന പഞ്ചരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഈ ജീവിതം. അതിനാൽ വാർദ്ധക്യമാങ്കൊടുങ്കാറ്റ് മാർഗം കാണാതലഞ്ഞു ഞാൻ വന്യജീവികളാകുന്ന രോഗങ്ങൾ കൂട്ടിനെത്തവേ. അങ്ങനെ വന്യ ജീവികളാകുന്ന രോഗങ്ങൾ കൂട്ടിനെത്തുന്ന സമയത്തെ അവയെ ആട്ടിയോടിച്ചു മാർഗം കാണിച്ചിടേണമേ. ഇരുട്ടിൽ വഴി കാണിക്കാൻ വിളക്കായി വന്നു ചേരണേ. ഈ ലോകത്തിലെ ബന്ധുമിത്രാദികൾക്കോ സമ്പത്തിനോ ഡോക്ടർക്കോ അതുപോലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്കോ ഒന്നും തന്നെ ഈ മാർഗം തെളിയിച്ചു തരാൻ സാധിക്കുകയില്ല. ശരീരം അവശമായി കഴിയുമ്പോൾ താൻ മാത്രമായി മാറുന്നു. അപ്പോൾ തനിക്കുള്ള ഏറ്റവും ഉറ്റ ബന്ധുവായിരിക്കുന്നത് സർവേശ്വരൻ മാത്രമാണ്. താൻ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആരാണോ തനിക്ക് തുണയായിരുന്നത്, അതേ ശക്തി തന്നെയാണ് താൻ ഇവിടെ ജീവിക്കുമ്പോഴുമുള്ളത്. അതേ ശക്തി തന്നെയാണ് ഇവിടെ നിന്നും വിട്ടുപോകുമ്പോഴും ഉള്ളതെന്ന പരമാർത്ഥം നമ്മൾ ഈ ജീവിതത്തിൻ്റെ പളപളപ്പിൽ പെട്ട് മറന്നു പോകുന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് തനിക്ക് സുഖവും സുരക്ഷയും തരുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ തെറ്റിദ്ധാരണ തിരുത്തി ആ സർവേശ്വരനാണ് തനിക്ക് എപ്പോഴും തുണയായിട്ടുള്ളത്. അന്നും ഇന്നും നാളെയും നമുക്ക് രക്ഷകൻ അവിടുന്നാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ എനിക്ക് വെളിച്ചമായി അവിടുന്ന് വരേണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അവയെ ആട്ടിയോടിച്ചു. ഏതിനെ? ക്രൂരമൃഗങ്ങളാകുന്ന രോഗാദികളെ കൊടുങ്കാട്ടിൽ ഇരുട്ടില്ലാതെ ഇരുട്ടിൽ നമ്മൾ തപ്പിത്തടയുമ്പോൾ അവയെ ആട്ടിയോടിച്ചു മാർഗം കാണിച്ചിടേണമേ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രകാശമയമായ മണ്ഡലത്തിലേക്ക് എത്താനുള്ള വഴി കാട്ടിത്തരേണമേ എന്ന്. ഇരുട്ടിൽ വഴി കാണിക്കാൻ വിളക്കായി വന്നു ചേരണേ. ഇരുട്ടിൽ വഴി കാണിക്കാനായിട്ട് ഒരു വിളക്ക് പോലെ സർവേശ്വര അങ്ങെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന്. പക്ഷേ ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ ബോധം മാത്രം നമുക്കില്ല. നമുക്ക് ആ ബോധം ഉണ്ടായാൽ മതി. എന്നെ ഇതുവരെ ആരാണോ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്, ആ ആൾ തന്നെയാണ് നാളെയും രക്ഷിക്കുന്നത്, ഇപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സർവേശ്വരനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഞാൻ അവരാധിപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അല്ല വാസ്തവത്തിൽ. പക്ഷേ അത് ഞാൻ മറന്നുപോയി. എന്നെ രക്ഷിക്കുന്നത് ഈശ്വരനാണ്, എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും അവിടെ നിന്നാണ് എന്ന ബോധം നമുക്കുണ്ടായാൽ സർവേശ്വരൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്ന അനുഭവം നമുക്കുണ്ടാവും. ആ അനുഭവം നമുക്ക് സുരക്ഷയ്ക്കും സമാധാനത്തിനും സംതൃപ്തിക്കും കാരണമായി തീരും. ആരുമില്ലാത്ത അനാഥത്വവും അതുപോലെ കൊടുങ്കാടിൻ്റെ അനുഭവമോ കൂരിരുട്ട് വെളിച്ചമില്ലാത്ത അവസ്ഥയോ നമുക്കുണ്ടാവുകയില്ല. നാം വെളിച്ചത്തിലാണ്. ഈശ്വരൻ പ്രകാശസ്വരൂപിയാണ്. ആ വെളിച്ചം നമ്മളിൽ നിറഞ്ഞ് ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. ആ അറിവാണ് നാം നേടേണ്ടത്. അത്യന്തം ജ്വാലയോടുകൂടിയിരിക്കുന്ന പ്രകാശസ്വരൂപിയാണ് നാം ഓരോരുത്തരും. അതിനെ അജ്ഞാനം കൊണ്ട് മറഞ്ഞിരിക്കുന്നു. അതിനെ മറച്ചത് നമ്മുടെ തന്നെ ഈ ലോക ബോധമാണ്, നമ്മുടെ കർമ്മ വാസനകളാണ്. ആ വാസനകൾ ക്ഷയിച്ച് ആ ഈശ്വര പ്രകാശം നമ്മളിൽ ഉദിച്ചുയരുമ്പോൾ നമുക്ക്
അതിൻ്റെ രക്ഷയിൻ കീഴിലാണ് നാം ഇതുവരെ ജീവിച്ചതും ഇതിനു മുമ്പ് ജീവിച്ചതും ഇനി ജീവിക്കാൻ പോകുന്നതും എന്ന പരമാർത്ഥം നമുക്ക് ബോധ്യമാകും. അവയെ ആട്ടിയോടിച്ചു മാർഗം കാണിച്ചിടണമേ, ഇരുട്ടിൽ വഴി കാണിക്കാൻ വിളക്കായി വന്നു ചേരണമേ, വിളക്കായി വന്നു ചേരണം. ഹരേ കൃഷ്ണ.